ഇന്ന് എനിക്ക് എന്റെ പുതിയ വീട് കിട്ടി. ഇന്ന് കർക്കിടകം 1. ഇത് എനിക്കെല്ലാം പുതിയതാ. അതേപോലെ മുകേഷ് ചേട്ടൻ എന്റെ ലൈഫിൽ ഞാൻ പ്രേക്ഷകരോട് പറയുമായിരുന്നു, ഞാൻ ഫിലിം ഫീൽഡ് തുടങ്ങിയപ്പോ മുകേഷ് ചേട്ടനായിരുന്നു എന്റെ ഫസ്റ്റ് ഹീറോ. അപ്പൊ ഇന്നും മുകേഷ് ചേട്ടൻ എന്റെ ഫസ്റ്റ് ഗസ്റ്റ്. ഇതെല്ലാം ഭയങ്കര നിമിത്തം കേട്ടോ. എനിക്ക് ഭയങ്കര മുകേഷ് ചേട്ടനോട് തുടങ്ങി വെച്ചതൊക്കെ ഭയങ്കര ഐശ്വര്യമായിട്ടേ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ താങ്ക് യു വെരി മച്ച്. പക്ഷെ അതിന്റെ കൂടെ ഒരു സോറിയും കൂടെ ഉണ്ട്. മുകേഷ് ചേട്ടൻ എനിക്ക് ഭയങ്കര വിഭവങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. പക്ഷെ എന്നാന്നോ, ഇന്ന് കർക്കിടകം 1 അപ്പൊ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, ന്യായമില്ല, പക്ഷെ എന്നാലും നിവൃത്തികേട് കൂടെ ഉണ്ട്. ഞാൻ ഇന്നൊരു ചെറിയ വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കിയത്. അയ്യോ, അതിനകത്തൊന്നും എനിക്ക് ഒരു വിഷമമില്ല. അയ്യോ, വെജിറ്റേറിയൻ നല്ലത് തന്നെയാണ്. മുകേഷ് ചേട്ടൻ ആഹാര കാര്യങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഞാനൊരു റീല് കണ്ടപ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ ഇരുന്ന് ചോറുണ്ണുവാ. അന്നേരം മുകേഷ് ചേട്ടൻ പറയുവാ, എനിക്ക് തോരനാന്നേലും മതി, ഹാപ്പിയാന്ന്. മുകേഷ് ചേട്ടൻ അങ്ങനെ ഒരു നിർബന്ധമുള്ള കൂട്ടത്തിലല്ല. അല്ല, എനിക്ക് അതൊരു പക്ഷേ ഈ ഞാൻ കേട്ടിട്ട് സിനിമയിൽ വന്ന് അതിന് മുമ്പൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. സിനിമയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നസീർ സാർ ഉണ്ടല്ലോ, നസീർ സാർ ഒരിക്കലും ഭക്ഷണത്തിന് കുറ്റം പറയാത്തയോ ഭക്ഷണം കൂടുതൽ വേണമെന്ന് പറയാത്ത ഒരാളാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും പുള്ളി ഓക്കെയാണ്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും, ഇത്രയും വലിയൊരു ആക്ടർ എന്ത് പറഞ്ഞാലും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ പരാതി പറയുമ്പോഴും അത് കുഴപ്പമില്ല, നന്നായിരുന്നു എന്ന് പറയും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, സാർ ഇത് എന്താണ് അങ്ങനെ? ഞാൻ 2-3 സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അദ്ദേഹം നമ്മൾക്ക് ചിന്തിക്കാത്ത ഒരു മറുപടി പറഞ്ഞു. അതായത്, അത്രയും കുറച്ചല്ലേ കഴിക്കൂ, നമ്മൾ ഡയറ്റിങ്ങിനും മെയിൻറ്റെയിനിങ്ങിനും ഒന്നും പോകണ്ടല്ലോ, നല്ല ചാപ്പാട് കിട്ടിയാൽ അത്രയും കഴിക്കും നമ്മൾ. ഇത് കുഴപ്പമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. ഭയങ്കര ഒരു ഇത് സത്യം പറഞ്ഞ ഡയറ്റ് നോക്കുന്നവർക്കും ഉള്ളുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അതെ, ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്ന ആ കാലഘട്ടത്തിൽ ഭക്ഷണം വെക്കുന്നവര് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം നസീറിന് ഇഷ്ടപ്പെട്ട് പിന്നാണോ ഇയാള്, അതോടുകൂടി എല്ലാരും മിണ്ടാതാവും. നസീർ സാർ അങ്ങനെ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മനുഷ്യത്വവും എല്ലാം ചേർന്ന ഒരു ഉത്തരല്ലേ. കറക്റ്റ്. മുകേഷിന്റെ ഫുൾ ഫ്ലറിഷ് ആയിട്ട് നിന്ന് ആസ് എൻ ആക്ടർ ഭയങ്കര ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും മുകേഷ് ഏട്ടൻ ആരാന്ന് നല്ലോണം അറിയാം. അങ്ങനെ നിന്ന മുകേഷ് ഏട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക്, ബിക്കോസ് അഫ്കോഴ്സ് കോളേജ് ടൈമിൽ മുകേഷ് ഏട്ടൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഷാഡോ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ മുകേഷ് ഏട്ടൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതെന്നാ പറ്റും? മുകേഷ് ഏട്ടൻ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വരുന്നത്? എൻ്റെ ഒരു രാഷ്ട്രീയ കുടുംബമാണ്. എൻ്റെ അച്ഛൻ ആക്ടറായിരുന്നെങ്കിലും അതിനേക്കാൾ മുമ്പ് രാഷ്ട്രീയമായിരുന്നു. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ. ഒരു ഓഫർ, ഇങ്ങനെ ഏറ്റവും വലിയ നേതാക്കന്മാർ കൊല്ലത്ത് മുകേഷ് ഇലക്ഷൻ നിൽക്കണം എന്ന് പറയുമ്പോൾ അത്, അപ്പോൾ അച്ഛൻ അന്ന് ജീവിച്ചിരിപ്പില്ല. അത് ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അച്ഛൻ്റെ ഒരാഗ്രഹമോ അല്ലെങ്കിൽ ഡിസയറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നും നോ പറയരുത്, വരുന്നെങ്കിൽ പിന്നെ ദി ബെസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നാച്ചുറലി എല്ലാവരും വിചാരിച്ചു ഇയാൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സമയം, സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്, അപ്പം എന്തായാലും അതൊരു ഫ്ലോപ്പായിരിക്കും എന്ന് മുൻവിധി എഴുതി. ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിയമസഭയിലൊന്നും ചെല്ലത്തില്ല, ഇയാൾ ഷൂട്ടിംഗ് അല്ലേ. അപ്പം എനിക്കിപ്പോൾ എല്ലാവരും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആകെ കൂടെ ഈ 9 കൊല്ലത്തിനകത്ത് വെച്ച് 3 ദിവസം കണ്ടാണ് നിയമസഭയിൽ പോകാതിരുന്നത്. നേതാക്കന്മാരായതുകൊണ്ട് പല സന്ദർഭങ്ങളിലും വരാൻ പറ്റാത്ത നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ പോയിന്റാണ് എൻ്റെ, ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ്, ഞാൻ ഇത് ഒരു കാരണവശാലും മുടക്കരുത്. അതുകൊണ്ട് ഷൂട്ടിംഗ് എല്ലാം ആ സമയത്ത് ഞാൻ നേരത്തെ പറയും.